പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വെടുക്കുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളായ പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് റോമാലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 8-ാം അധ്യായം 35-ാം വാക്യം പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആരാണ്? അതെ, അതിനകത്ത് രണ്ടർത്ഥമാണ്. ഒന്ന്, ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹം. രണ്ട്, നമുക്ക് നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം. രണ്ട് സ്നേഹത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ സ്നേഹം, അത് യേശു കർത്താവിന് നമ്മോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന്റെ വലിപ്പം അത് വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. വിശുദ്ധ ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: അത് ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുവാൻ, ഈ ലോകത്തെ മുഴുവൻ വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ഓമനകുമാരനെ മാനവരാശിക്ക് വേണ്ടി പാപപരിഹാരമായി ക്രൂശിൽ മരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഒന്നുകൂടി പറഞ്ഞാൽ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ക്രിസ്തു നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീരേണ്ടതിന് തന്നെത്താൻ അത് ക്രൂശിൽ മരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനിടയായി തീർന്നു. പണ്ട് നമ്മുടെ രാമേശ്വരത്ത് ഉള്ളൊരു വാമ്പമ്പാലം, ഇപ്പോഴും വാമ്പമ്പാലം ഉണ്ട്. ആ വാമ്പമ്പാലത്തില് കപ്പല് വരുന്ന സമയം അത് പൽചക്രങ്ങളിൽ പതുക്കെ മുകളിലേക്ക് പൊക്കും. എന്നിട്ട് ട്രെയിൻ വരുമ്പോൾ ഈ പാലം നേരെ പൽചക്രങ്ങളിൽ കറക്കി അത് നേരെയാക്കും. എന്നിട്ടാണ് ട്രെയിൻ പോകുന്നത്. അത് ഒരു ദിവസം ആ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അതിന്റെ ആ പണിക്കാരൻ, അദ്ദേഹം അത് തന്റെ വീട്ടിൽ തന്റെ കുഞ്ഞിന് 3 വയസ്സുള്ള കുഞ്ഞിന്റെ ജന്മദിവസമായിരുന്നു അന്ന് ആ ജന്മദിവസം ആ കുഞ്ഞു ഒരുമിച്ച്, അതേ ഭാര്യ ഒരുമിച്ച് വളരെ സന്തോഷമായിരുന്നു. താനെ ജോലിക്ക് പോകുമ്പോൾ നടന്ന് അല്പം പോയാൽ മതി. ആ സമയം കുഞ്ഞു പറഞ്ഞു, അപ്പ ഞാനും അപ്പന്റെ കൂടെ വരുവാണെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചപ്പോൾ കുഞ്ഞിനെ അപ്പൻ അവിടേക്ക് ആ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാനിടയായി. താന് കുഞ്ഞിനെ കളിക്കാനൊരു പന്ത് കൊടുത്തു. അങ്ങനെ ആ പന്തൊക്കെ ഇട്ട് കുഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് താന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം പെട്ടെന്ന് ട്രെയിൻ വരുന്ന സിഗ്നൽ എനിക്ക് ലഭിച്ചു. ആ ട്രെയിൻ വരുന്നതായ സിഗ്നൽ ലഭിച്ചപ്പോൾ ഈ അപ്പൻ പൽചക്രം കറക്കി അത് കപ്പല് അപ്പോൾ പോയതേ ഉള്ളൂ. ആ വാമ്പമ്പാലത്തിന്റെ അത് ഉയർന്നിരിക്കുന്നതായ ഭാഗം നേരെയാക്കുവാനായിട്ട് താൻ പൽചക്രം കറക്കി നേരെയാക്കുവാൻ ചെന്നപ്പോ കണ്ട കാഴ്ച, തന്റെ കുഞ്ഞ് കാല് തെറ്റി ആ പൽചക്രങ്ങളുടെ ഇടയിൽ വീണിരിക്കുക. താൻ വളരെ വിഷമിക്കുവാനിടയായി, ഭാരപ്പെടുവാനിടയായി. അയ്യോ, എന്റെ കുഞ്ഞ്, എനിക്കൊരു മകനേ ഉള്ളൂ, അത് അവന്റെ പിറന്നാൾ ദിവസമാണെന്ന്. എന്റെ കുഞ്ഞ് ആ പൽചക്രങ്ങളുടെ ഇടയിൽ കിടക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് താൻ എടുക്കാനായിട്ടായുമ്പോൾ അത് ട്രെയിൻ അടുത്തെത്തി. ഇനി അധികം സമയമില്ല, അത് ഏറ്റവും അടുത്ത ട്രെയിൻ എത്തിയിരിക്കുകയാണ്. താൻ വളരെ വിഷമിച്ചു. ഒരു നിമിഷം താനൊന്ന് ആലോചിച്ചിട്ട് അതേ തനിക്കിഞ്ഞ് തന്റെ കുഞ്ഞിനെ പോയി എടുത്ത് കുഞ്ഞിനെ മുകളിൽ കൊണ്ടുവന്നിട്ട് പൽചക്രം കറക്കുവാനുള്ള സമയമില്ല. ആ സമയത്തിനുള്ളിൽ അതേ ആ ട്രെയിനിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ആ വെള്ളത്തിൽ വീണ് മരിക്കുവാനിടയായി തീരും. അതുകൊണ്ട് താൻ ആ പൽചക്രം കണ്ണടച്ചു പിടിച്ച് കറക്കുവാനിടയായി. കണ്ണടച്ചു പിടിച്ച്
ആ പൽചക്രം കറക്കുമ്പോൾ താൻ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുവാനിടയായി തീർന്നു. സാധാരണ പൽചക്രം കറക്കുമ്പോഴുള്ള ശബ്ദമല്ല, തന്റെ കുഞ്ഞിന്റെ അസ്ഥികളൊക്കെ ഒടിയുന്ന ശബ്ദമാണ് താൻ കേൾക്കുന്നത്. എന്നിട്ട് അതേ ട്രെയിൻ പറ്റയടുത്തെത്തിയപ്പോഴേക്കും പാലം നേരെയായി. അതെ, ആ പാലത്തിന്റെ മുകളിലൂടെ യാത്രക്കാർ അതേ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞും അതെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുമൊക്കെ ആ യാത്രക്കാർ ട്രെയിനകത്തിരിക്കുന്നത് ഈ പിതാവ് കണ്ടു. താൻ നിറഞ്ഞ കണ്ണുകളോടെ അതെ ഹൃദയം തകർന്നവനായി ആ പൽചക്രങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്റെ കുഞ്ഞ് അതിനകത്ത് ചതഞ്ഞരഞ്ഞ് വളരെ അതെ വല്ലാത്തൊരു നിലവാരത്തിൽ കണ്ടിട്ട് ആ മനുഷ്യൻ തലയ്ക്ക് കൈകൊടുത്ത് അവിടെ ഇരുന്നു. സ്തോത്രം. എന്താണ് ഞാൻ പറഞ്ഞത്? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ മാനവരാശിയോടുള്ള സ്നേഹം നിമിത്തം കാൽവരിയിൽ തകർക്കപ്പെടുവാനിടയായി തീർന്നു. എത്രത്തോളം തകർക്കപ്പെട്ടുവെന്ന് ചരിത്രകാരനായ ജോസിഫസ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ ക്രൂശിച്ചത് കൈ വെള്ളയിൽ ആണിയടിച്ചല്ല, യേശുവിന്റെ കൈഞ്ഞാടിയിൽ അത് ആണിയടിച്ച് യേശുവിനെ ക്രൂശിപ്പാനിടയായി. തലയിൽ കൂർത്തുമൂർത്ത അത് കഠാരമുള്ളകളെന്ന് അറിയപ്പെടുന്നതായ കാട്ടിൽ മൃഗങ്ങളോട് വേട്ടയ്ക്കും യുദ്ധത്തിന് അത് ആയുധവുമായി ഉപയോഗിക്കുന്ന ആ പട്ടാളക്കാർ ആയുധവുമായി ഉപയോഗിക്കുന്ന ആ കഠാരമുള്ളകൾ അത് വളച്ചെടുത്ത് പ്രത്യേകതരം എണ്ണ തേച്ച് അത് ചൂട് കൊള്ളിച്ചു വളച്ചൊരു കിരീടമാക്കി യേശുവിന്റെ തലയിൽ വെച്ച് ആഞ്ഞടിക്കുവാനിടയായി. തന്റെ താടി രോമങ്ങളെല്ലാം വലിച്ചു പറിച്ചു, തന്റെ മുഖത്തെ കാൽക്കിച്ച് തുപ്പി. അത് യേശുവിനെ ഭാരമേറിയ മരക്കുരിശും ചുമന്നുകൊണ്ട് ക്രൂശിക്കേണ്ട സ്ഥലത്ത് തലയോടിടമെന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ആ ക്രൂശിക്കേണ്ട മരത്തിലേക്ക് തന്റെ കാലിലും കയ്യിലും തൂക്കിയെടുത്തിട്ട് ആ കുരിശുമരത്തിലേക്ക് തന്നെ ഇടുവാനിടയായി. താൻ ആ കുരിശുമരത്തിന്മേൽ ചെന്ന് വീണിട്ട് അതെ ഒരു പടയാളി തന്റെ ഇടത്തെ കൈ വലിച്ചു നീട്ടി ചവിട്ടി പിടിച്ചു. മറ്റേ പടയാളി തന്റെ വലത്തെ കൈ അത് വലിച്ച് നീട്ടി പുറം മരത്തോടെ ഒട്ടുമാറ് വലിച്ചു നീട്ടി. അങ്ങനെ 2 കൈകളിലും ആണിയടിപ്പാനിടയായി. അതിനുശേഷം അത് ഒരു കാല് വലിച്ചു നീട്ടിയിട്ട് ഉപ്പൂറ്റി ആ കാലുകൾ കൊണ്ട് ചവിട്ടി ഉടച്ച് ഒന്നിനു മുകളിൽ ഒന്നായി അത് പാദങ്ങൾ ചേർത്ത് വെച്ച് ആ പാദങ്ങളിൽ ആണിയടിച്ചു. എന്നിട്ട് അത് ഒരു 6 അടി പാറയിൽ വെട്ടിയ കുഴിയിൽ യേശുവിന്റെ കുരിശ് 2 കപ്പിയും കയറുവൊക്കെ വെച്ച് മുകളിലേക്ക് ഉയർത്തി അതെ ഒരു ഇരുമ്പ് തണ്ട് കൊണ്ടുള്ള അവാങ്ങ കൊണ്ട് തിക്കി ആ കുഴിയിലേക്ക് ഇട്ടു. 6 അടി താഴ്ചയിൽ ക്രൂശിക്കപ്പെട്ട യേശു കർത്താവ് വന്ന് വീഴുമ്പോൾ യേശുവിന്റെ അസ്ഥിയെല്ലാം ബന്ധം വിട്ടു. ശക്തമായ മസൽ ക്രാപ്പ് ഉണ്ടാകുവാനിടയായി. ശരീരത്തിൽ എവിടെയെല്ലാം മസലുണ്ടോ അവിടെയെല്ലാം മസൽ ക്രാപ്പ് ഉണ്ടാകുവാനിടയായി. അതിശക്തമായ തലവേദന ഉണ്ടാകുവാനിടയായി. മാത്രമല്ല അതിശക്തമായ ജലദോഷം ഉണ്ടാകുവാനിടയായി. അങ്ങനെ ചരിത്രകാരൻ എഴുതിയിരിക്കുന്നു. അതേ ശരീരത്തിലെ എല്ലാ മസലുകളും ഒരുമിച്ച് മസൽ ക്രാപ്പ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേദന നാം ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു മസൽ ക്രാപ്പ് ഉണ്ടായാൽ രാത്രിയിൽ തണുപ്പത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിൽ അത് വെള്ളത്തിലൊക്കെ വെച്ച് നമുക്ക് മസൽ ക്രാപ്പ് ഉണ്ടാകുമ്പോൾ സഹിക്കവയ്യ. എല്ലാ മസലുകൾക്കും മസൽ ക്രാപ്പ് ഉണ്ടായിട്ട് യേശു അനുഭവിച്ച വേദന. തന്റെ കൈകളിലും കാലുകളിലും ആണികൾ തറച്ചിരിക്കുന്നു. തലയിൽ മുൾക്കിരീടം. തന്റെ മുഖം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് എന്റെ കർത്താവ് വിരൂപനായെന്ന് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തുവാനിടയായി. അതെല്ലാം സഹിക്കുമ്പോഴും യേശു കണ്ടത് സഹോദര താങ്കളെയും എന്നെയുമാണ്. നമ്മെ സ്നേഹിച്ചിട്ട് നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിക്കുവാനിടയായി. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ ക്രൂശിൽ തകർക്കപ്പെടേണ്ടതിന്
നൽകുവാൻ തക്കവണ്ണം എന്നെയും പ്രിയ സഹോദര താങ്കളെയും സ്നേഹിപ്പാനിടയായി. അതെ, യേശുവിന്റെ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കരുത്. അത്രയധികം താങ്കളെ സ്നേഹിക്കുന്നു. യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചപ്പോൾ ആ പുസ്തകത്തിൽ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുവിന്റെ സ്നേഹത്തിന് അത് മുഖപക്ഷമൊന്നുമില്ല. യേശുവിന്റെ സ്നേഹം ആഴമേറിയ സ്നേഹം തന്നെയാണ്, ഒരിക്കലും മാറിപ്പോകുന്ന സ്നേഹമല്ല. ഇവിടെ റോമർ 8-ാം അധ്യായത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ. ക്രിസ്തുവിന്റെ സ്നേഹം മാറിപ്പോകത്തില്ല. രണ്ടർത്ഥമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടാണല്ലോ അത് ആരംഭിപ്പാനിടയായത്. അപ്പോൾ അത് എഴുത്തുകാരൻ എഴുതിയ ആ വാക്കുകൾ ഞാനൊന്ന് പറയട്ടെ. ഒരു പാസ്റ്റർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ താനൊരു വെളിപ്പാടിനെ കണ്ടു. താൻ കണ്ട വെളിപ്പാട് ഇങ്ങനെയാണ്. ആ വെളിപ്പാടിൽ 3 സഹോദരിമാർ 3 സ്ഥലത്ത് അതെ ഒരു പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശു ആ പ്രാർത്ഥനാലയത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു. യേശു പ്രാർത്ഥനാലയത്തിലേക്ക് കടന്നു വന്നിട്ട് ഈ 3 പേരോടും ഇടപെടുന്നത് 3 തരത്തിലാണ്. ആദ്യത്തെ ആളെ യേശു കണ്ടു, പക്ഷേ യേശു അവളോടൊന്നും മിണ്ടിയില്ല. അവളെ ഒന്ന് നോക്കിയത് മാത്രമേ ഉള്ളൂ. എന്നാൽ രണ്ടാമത്തെ ആളെ യേശു കണ്ടു. യേശു നോക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് യേശു അവളെ ഒന്ന് ചിരിച്ചു കാണിപ്പാനിടയായി. അവൾക്കത് സന്തോഷമായി. മൂന്നാമത്തെ ആളുടെ അടുക്കലേക്ക് യേശു വന്നിട്ട് അവളുടെ അടുത്തിരുന്നു. അവളെ കാണുകയും ചിരിച്ചു കാണിക്കുകയും മാത്രമല്ല ചെയ്തത്, അവളുടെ തോളിൽ തട്ടി, അതെ നിന്റെ വിഷയത്തിന് അത് ഉടൻ പരിഹാരമുണ്ട് എന്ന് യേശു പറഞ്ഞു. അവൾക്ക് പരിഹാരവും ലഭിച്ചു. അപ്പോൾ ആ വിഷയത്തിൽ അതെ സ്വപ്നത്തിൽ കണ്ടതായ ആ പാസ്റ്റർ അദ്ദേഹം യേശുവിനോട് ചോദിപ്പാനിടയായി, യേശുവേ, ഈ 3 പേരിൽ മൂന്നാമത്തെ ആളോടാണല്ലോ അങ്ങേക്ക് വളരെ സ്നേഹമുള്ളത്. അപ്പൊ യേശു പറഞ്ഞത്, എനിക്ക് 3 പേരെയും ഒരുപോലെ സ്നേഹമാണ്, എന്നാൽ 3 പേർക്കും 3 തരത്തിലാണ് എന്നോട് സ്നേഹം. ആദ്യം ഞാൻ കണ്ടപ്പോൾ ചിരിച്ചു കാണിച്ചില്ല, നോക്കിയത് മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾക്ക് ഞാൻ അവളുടെ പ്രാർത്ഥനാ വിഷയത്തിന് ഉടനെ മറുപടി കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, അവൾ തളർന്നു പോകത്തില്ല. കാരണം അവൾക്ക് എന്നോടുള്ള സ്നേഹം അത്ര ഉറപ്പുള്ളതും അത്ര ബലമുള്ളതുമാണ്. എന്നാൽ രണ്ടാമത്തെ ആള് അവൾക്ക് ഉടനെ മറുപടി കിട്ടിയില്ലെങ്കിലും അവൾക്ക് മറുപടി അത് അധികം താമസിയാതെ കിട്ടണം, ഇല്ലെങ്കിൽ അവൾ ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് അവൾക്കൊരു ഉറപ്പ് കൊടുത്തതാണ്. അതെ, ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞ് അവളെ ഒന്ന് ചിരിച്ചു കാണിച്ചത്. എന്നാൽ മൂന്നാമത്തെ ആൾ അങ്ങനെയല്ല. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറുപടി കിട്ടിയില്ലെങ്കിൽ പിന്നെ അവൾ ആത്മീയമായി വളരെ ക്ഷീണിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ മൂന്നാമത്തെ അവളുടെ അടുക്കൽ ചെന്നതും ഉടനെ അവൾക്ക് മറുപടി കൊടുത്തതും. വാസ്തവമായി ഈ 3 പേരിൽ ഞാൻ വളരെയധികം അത് ഗൗരവമാക്കാതെ പോയ വ്യക്തിയാണ് ആഴമായി എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ 2 തരം സ്നേഹമാണ്. ഒന്ന്, യേശുവിന് നമ്മോടുള്ള സ്നേഹം. ആ സ്നേഹം ഏറ്റവും വലിയ സ്നേഹമാണ്. എന്നാൽ നമുക്ക് യേശുവിനോടുള്ള സ്നേഹം എത്ര വലുതാണ്, ഏത് തരത്തിലാണെന്നുള്ളത് നാം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. യേശു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറുപടി എനിക്ക് തന്നില്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുന്നത് യേശുവിനോട് ആഴമായിട്ടുള്ള സ്നേഹമല്ല. ഉടനെ കിട്ടില്ലെങ്കിൽ അത് അധികം താമസിയാതെ കിട്ടണമെന്നുള്ള വാശി, അതും അത്ര വലിയ സ്നേഹമല്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ എന്റെ യേശു അത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസവും ഉറപ്പും ധൈര്യവും, അതേ സ്തോത്രം, ഇപ്പോൾ ഒരു ചലനമില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ പ്രവർത്തിപ്പാൻ എന്റെ യേശു മതിയായവനാണെന്നുള്ള കാര്യം, അതേ സ്തോത്രം, ആ ഒന്നാമത്തെ സഹോദരിയെ പോലെ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ പരിഹാരമില്ല എങ്കിലും ക്ഷീണിച്ചു പോകണ്ട. യേശു നിന്നെ കാണാതിരുന്നിട്ടില്ല, യേശു നിന്നെ അറിയാതിരുന്നിട്ടില്ല. യേശുവിന് നിന്നെ ആഴത്തിൽ അറിയാം.
അത് കൂടെയുള്ളവർക്ക് ആർക്കും നിന്നെ ശരിയായിട്ട് അറിയത്തില്ല. നിന്റെ ഹൃദയത്തിന്റെ നിലവാരം അറിയത്തില്ല, തകർന്ന അവസ്ഥ അറിയത്തില്ല, ക്ഷീണിച്ച സാഹചര്യങ്ങൾ അറിയത്തില്ല. പക്ഷെ ഉള്ളതുപോലെ നിന്നെ അറിയുന്ന ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു എത്ര അധികം സ്നേഹിക്കുന്നുവെന്നോ? അതെ, യേശു തന്റെ ജീവനേക്കാൾ അധികമായി സ്നേഹിക്കുന്നു തന്നെ. അതെ, ഫിലിപ്പ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി. സാക്ഷാൽ ദൈവമായവൻ വേഷം കൊണ്ട് മനുഷ്യനായി. അതെ, ആ ഇന്ത്യൻ പ്രധാനമന്ത്രി വേഷം ധരിച്ച്, അതെ, ഒരു നാടക സ്റ്റേജിൽ താൻ വേഷം ധരിക്കുമ്പോൾ ഒരു സാധാരണക്കാരന്റെയോ ഒരു ഭിക്ഷക്കാരന്റെയോ വേഷം ധരിക്കുമ്പോൾ ഒരിക്കലും അയാൾ ഭിക്ഷക്കാരനല്ല, അയാൾ സാധാരണക്കാരനല്ല, മറിച്ച് അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അതുപോലെ സാക്ഷാൽ ദൈവമായവൻ വേഷത്തിൽ മനുഷ്യനായി, അതെ, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം. സഹോദര, സഹോദരി, മാതാവേ, കുഞ്ഞെ, അതെ, താങ്കളെ സ്നേഹിച്ചിട്ട് യേശു ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തുവാനിടയായി. അപ്പോൾ ആരും താങ്കളെ സ്നേഹിച്ചില്ലെങ്കിലും, ആർക്കും താങ്കളെ ഇഷ്ടമല്ലെങ്കിലും, അതെ, ആരും താങ്കളെ കൂട്ടത്തിൽ കൂട്ടിയില്ലെങ്കിലും, ഇന്ന് എന്നെ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളോട് സംസാരിക്കുകയാണ്. ക്ഷീണിച്ചു പോകണ്ട, തളർന്നു പോകണ്ട, തകർന്നു പോകണ്ട. അതെ, മാനിക്കുന്നൊരു ദൈവമുണ്ട്, അറിയുന്നൊരു ദൈവമുണ്ട്, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്ത് ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തിയേൽപ്പിച്ച് ദൈവമായിരിക്കെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തവനാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് വേണ്ടി, അതെ, ദൈവരൂപം വിട്ടെങ്കിൽ, താങ്കൾക്ക് വേണ്ടി ദാസനായി തീർന്നെങ്കിൽ, താങ്കൾക്ക് വേണ്ടി ക്രൂശിലെ മരണത്തോളം അഥവാ ശാപമരണത്തോളം താഴ്ത്തിയേൽപ്പിച്ചെങ്കിൽ എത്രത്തോളം താങ്കളെ മാനിക്കും, എത്രത്തോളം താങ്കളെ ഉയർത്തും, എത്രത്തോളം താങ്കളെ ഗവനിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് മറ്റാരും സ്നേഹിച്ചില്ലെങ്കിലും കർത്താവ് താങ്കളെ സ്നേഹിക്കുന്നു. കർത്താവിന് താങ്കളെ ആവശ്യമുണ്ട്. ഒരു നിമിഷം, അതെ, ജീവിതത്തിൽ ഉള്ള സകല പരാജയങ്ങളെയും കർത്താവിനോട് ഏറ്റുപറയുവാൻ, പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കർത്താവുമായിട്ട് അകന്നു നിൽക്കുകയാണെങ്കിൽ, യേശുപ്പ, എന്നെ അങ്ങ് ഇത്രയധികം സ്നേഹിക്കുന്നുവല്ലോ, വാസ്തവമായി എന്നെ അങ്ങ് സ്നേഹിക്കുന്നത് കൊണ്ട് അതേ, അങ്ങയുടെ സന്നദ്ധിയിൽ ഇതാ ഞാൻ എന്നെ എന്ന് പറഞ്ഞ് ഒന്ന് പിന്തിരിയുവാൻ, പാപസ്വഭാവങ്ങളിൽ നിന്ന് പിന്തിരിയുവാൻ ഒരുക്കമാണോ? കർത്താവ് താങ്കളെ അറിയുന്നു, കർത്താവ് താങ്കളെ സ്നേഹിക്കുന്നു. അതെ, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നാം പറഞ്ഞ വാക്കുകളോ നാം ചെയ്ത പ്രവർത്തികളോ നമ്മുടെ ജീവിത രീതിയോ കൊണ്ട് കർത്താവിന് നമ്മളെ ഇഷ്ടമല്ല, കർത്താവ് നമ്മളെ വിട്ടുമാറിപ്പോയെന്നൊക്കെ. എന്നാൽ ഒരിക്കലുമില്ല. കർത്താവ് ഈ ഭൂമിയിൽ മരിക്കുന്നത് വരെയും, ഈ മരണത്തിന്റെ അവസാന നിമിഷം വരെയും, അതെ, എത്ര അകന്നു പോയാലും, എത്ര കർത്താവുമായിട്ട് മാറിപ്പോയാലും, അതെ, കർത്താവുമായിട്ട് എത്ര അതെ ഒരു ബന്ധവുമില്ലാതെ അകന്നു നിൽക്കുന്നുവെങ്കിലും, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവ് താങ്കളെ സ്നേഹിച്ച് താങ്കളുടെ പുറകെ വരികയാണ്. ഈ സന്ദേശം കേൾക്കുമ്പോഴും കർത്താവ് താങ്കളെ സ്നേഹിച്ച് താങ്കളുടെ പുറകെ വരികയാണ്. ഒരു നിമിഷം അത് ഒന്ന് തിരിഞ്ഞാൽ താങ്കൾ മാനിക്കപ്പെടും, തകർച്ചകളെ പണിയുവാൻ ഇടയായിത്തീരും. അത് ഉറപ്പാണ്, അതിലൊരു മാറ്റവുമില്ല. അതേ, സ്തോത്രമാകയാൽ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് എൻ്റെ കേൾവിക്കാരെ അത് ക്ഷണിച്ചുകൊണ്ട്, കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.